പ്രൈസ് ദ ലോർഡ്. ഒരിക്കൽ കൂടി കർത്താവിൻ്റെ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. ദൈവനാമത്തിന് മഹത്വം. പെസഹ എന്നാൽ എന്താണെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. പുറപ്പാട് പുസ്തകം 12:11. അരകെട്ടിയും കാലിന് ചെരുപ്പിട്ടും കയ്യിൽ വടി പിടിച്ചും കൊണ്ട് നിങ്ങൾ തിന്നണം, തിടുക്കത്തോടെ നിങ്ങൾ തിന്നണം, അത് യഹോവയുടെ പെസഹ ആകുന്നു. ഏകദേശം BC 1445 മിസ്രൈമിൽ നിന്നുള്ള ഇസ്രായേൽ ജനത്തിൻ്റെ പുറപ്പാട് കാലം മുതൽ എബ്രായൽ ജനങ്ങൾ പിൽക്കാലത്ത് അവർ യഹൂദന്മാരെന്നറിയപ്പെട്ടു. എല്ലാവരും വസന്തകാലം പെസഹ ആചരിച്ചിരുന്നു. സാധാരണയായി ദുഃഖ വെള്ളിയാഴ്ചയോടും ഉയർപ്പിൻ ദിനത്തോടും അടുത്ത സമയത്താണ് പെസഹ ആചരിച്ചിരുന്നത്. മിസ്രൈമിൽ ഏകദേശം 400 വർഷത്തെ അടിമത്തത്തിന് ശേഷം അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും വംശജരെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുവാൻ ദൈവം തീരുമാനിച്ചു. ദൈവം മോശയെ എഴുന്നേൽപ്പിക്കുകയും പുറപ്പാടിൻ്റെ നായകനായിരിക്കാൻ അവനെ നിയോഗിക്കുകയും ചെയ്തു. പുറപ്പാട് 3:4. ദൈവത്തിൻ്റെ വിളി അനുസരിച്ച് ദൈവത്തിൻ്റെ അധികാരപത്രവുമായി മോശ ഫറവോനെ കണ്ടുമുട്ടി. എൻ്റെ ജനത്തെ വിട്ടയയ്ക്ക എന്ന് ആവശ്യപ്പെട്ടു. യഹോവയിൽ നിന്നുള്ള ഈ സന്ദേശത്തിൻ്റെ ഗൗരവം ഫറവോനെ ബോധ്യപ്പെടുത്തേണ്ടതിന് മോശ ദൈവത്തിൻ്റെ ശക്തിയാൽ മിസ്രയീം ജനത്തിന്മേൽ ന്യായവിധികളായി വാതകൾ വരുത്തി. പല വാതകളുടെയും മധ്യത്തിൽ ഫറവോൻ ഇസ്രായേൽ ജനത്തെ പോകാൻ അനുവദിച്ചു. എന്നാൽ വാതകൾ ഒഴിയുമ്പോൾ അവൻ തൻ്റെ തീരുമാനത്തിന് പിന്മാറിക്കൊണ്ടിരുന്നു. 10ാമത്തെയും ഒടുവിലത്തേതുമായ വാതയുടെ സമയം വന്നു. ഇസ്രായേലിനെ ഓടിച്ചു കളയുകയല്ലാതെ മിസ്രൈമ്യർക്ക് മറ്റു പോംവഴി ഒന്നും ഇല്ലാതെ വരും. മിസ്രൈം ദേശത്തുള്ള മനുഷ്യൻ്റെയും മൃഗത്തിൻ്റെയും കടിഞ്ഞൂലിനെയും ഒക്കെയും സംഗ്രഹിക്കുന്നത്. പുറപ്പാട് 12:12. ദൈവം മരണദൂതനെ മിസ്രൈമിൽ അയച്ചു. ഇസ്രായേൽ ജനങ്ങളും മിസ്രൈ ദേശത്തെ പാർത്തിരുന്നതിനാൽ അവർ മരണദൂതനിൽ നിന്ന് രക്ഷപ്പെടുന്നത് എങ്ങനെ? യഹോവ തൻ്റെ ജനത്തിന് വ്യക്തമായി ഒരു കൽപ്പന നൽകി. അതനുസരിച്ചാൽ ഓരോ എബ്രായ കുടുംബത്തിനും അതിലെ ആദ്യജാതനും ദൈവത്തിൻ്റെ സംരക്ഷണം ലഭിക്കും. ഓരോ കുടുംബത്തിനും ഒരു വയസ്സ് പ്രായമുള്ളതും ഊനമില്ലാത്തതുമായ ഒരു ആൺകുട്ടിയെയും എടുക്കണം. ആബീബ് മാസം 14-ാം തീയതി സന്ധ്യാസമയം ആൺകുട്ടിയെ കൊല്ലണം. ചെറിയ കുടുംബങ്ങൾക്കും ആട്ടിൻകുട്ടിയെ അയൽക്കാരുമായി പങ്കുവയ്ക്കാം. പുറപ്പാട് 12:4. അറുക്കപ്പെട്ട ആട്ടിൻകുട്ടിയുടെ രക്തം കുറെ എടുത്ത് വീടിൻ്റെ മുൻവശത്തെ കട്ടിളക്കാൽ രണ്ടിന്മേലും കുറുമ്പടിമേലും പുരട്ടേണം. സംഹാരദൂതൻ ദേശത്തുകൂടെ കടന്നു പോകുമ്പോൾ രക്തം തളിച്ചിട്ടുള്ള ഭവനങ്ങളെ അവൻ ഒഴിഞ്ഞു പോകും. എബ്രായ പെസഹ എന്നതിന് പാസ്ഓവർ, കടന്നു പോകുക, ഓടിപ്പോകുക, ഒഴിവാക്കുക എന്നിങ്ങനെ അർത്ഥമുണ്ട്. അതിൽ നിന്നാണ് പെസഹ എന്ന വാക്കുണ്ടായിട്ടുള്ളത്. ഇപ്രകാരം അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ രക്തത്താൽ മിസ്രൈമിലെ സകല ആദ്യജാതന്മാരുടെ മേലും മരണ ന്യായവിധിയിൽ നിന്നും ഇസ്രായേൽ ജനം വിടുവിക്കപ്പെട്ടു. മിസ്രൈമിൽ നിന്ന് സകല ആദ്യജാതന്മാരുടെ മേലും വന്ന മരണ ന്യായവിധിയിൽ നിന്നും ഇസ്രായേൽ ജനം വിടുവിക്കപ്പെട്ടു. ഇസ്രായേലിയരെ വേർതിരിച്ചറിയുവാൻ ദൈവത്തിന് കഴിയാത്തത് കൊണ്ടല്ല, പിന്നെയോ രക്തം വീണ്ടെടുപ്പിൻ്റെയും അനുസരണത്തിൻ്റെയും പ്രാധാന്യം തൻ്റെ ജനത്തെ പഠിപ്പിക്കേണ്ടതിനാണ് ദൈവം രക്തം അടയാളമായി പുരട്ടുവാൻ കൽപ്പിച്ചത്. നൂറ്റാണ്ടുകൾക്ക് ശേഷം ലോകത്തിൻ്റെ പാപം ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് യോഹന്നാൻ 1:29 വേണ്ടി ഒരുക്കുവാനും ദൈവം ആഗ്രഹിച്ചതായിട്ട് നമുക്ക് വചനത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ആ പ്രത്യേക രാത്രിയിൽ ഇസ്രായേൽ ജനം യാത്രാവസ്ത്രം ധരിച്ചുകൊണ്ട് പുറപ്പെടാൻ ഒരുങ്ങി നിൽക്കണമെന്ന് കൽപ്പിച്ചിരുന്നു. പുറപ്പാട് 12:11. അവർ ആട്ടിൻകുട്ടിയെ പുഴുങ്ങുവാൻ പാടില്ല. അതിനെ ചുട്ടെടുക്കുകയും പുളിപ്പില്ലാത്ത അപ്പവും, അതായത് ഈസ്റ്റ് ചേർക്കാത്തതായ കയ്പ് ചീരയും ഒരുക്കുകയും ചെയ്യണമെന്നായിരുന്നു. രാത്രിയായപ്പോൾ അവർ ഭക്ഷണം കഴിക്കുവാനും വെത്തപ്പാടോടെ പുറപ്പെടുവാനും ഒരുങ്ങി. മിസ്രൈമ്യർ തങ്ങളുടെ ദേശം വിട്ടുപോകുവാൻ അവരോട് അപേക്ഷിച്ചു. ദൈവം അവരോട് സംസാരിച്ചിരുന്നത് പോലെ എല്ലാം സംഭവിച്ചു. പുറപ്പാട് 12:29 മുതൽ 36 വരെ. പെസഹ ഇസ്രായേൽ മക്കളുടെ അഥവാ യഹൂദന്മാരുടെ ചരിത്രത്തിൽ ആ നിമിഷം മുതൽ ഇതൊരു നിത്യ നിയമമായിരിക്കണം. പുറപ്പാട് 12:14. എന്നാൽ ദൈവത്തിൻ്റെ കൽപ്പനയനുസരിച്ച് ദൈവജനം എല്ലാ വസന്തകാലത്തും പെസഹ ആചരിച്ചു പോന്നു. അതൊരു സ്മാരക യാഗമായിരുന്നു. മിസ്രൈമിൽ നടന്ന ആദ്യ യാഗം മാത്രമേ പ്രയോജനകരമായ
യാഗമായിരുന്നുള്ളൂ. ദേവാലയം പണിയപ്പെടുന്നതിന് മുമ്പേ ഓരോ പെസഹ കാലത്തും ഇസ്രായേൽ ജനം വീടുകളിൽ ഒരുമിച്ച് കൂടി ഒരു ആട്ടിൻകുട്ടിയെ അറുക്കുകയും പുളിപ്പില്ലാതെല്ലാം ഭവനത്തിൽ നിന്നും മാറ്റിയതിനു ശേഷം കയ്പ് ചീരോടുകൂടെ അത് ഭക്ഷിക്കുകയും ചെയ്തിരുന്നു. അതിനേക്കാൾ പ്രധാനമായി മിസ്രൈമിൽ നിന്ന് ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്നും തങ്ങൾക്ക് അത്ഭുതകരമായി പുറപ്പെട്ടു പോന്നതിൻ്റെ കഥ അവർ അനുസ്മരിക്കുമായിരുന്നു. അങ്ങനെ തലമുറ തലമുറയായി എബ്രായ ജനം മിസ്രൈമിൽ നിന്ന് തങ്ങളുടെ ദൈവിക വീണ്ടെടുപ്പിനും വിടുതലിനുമായി പുറപ്പാട് 12:26 കാണാൻ കഴിയുന്നു. എബ്രായ ജനം മിസ്രൈമിൽ നിന്ന് തങ്ങളുടെ ദൈവിക വീണ്ടെടുപ്പിനെയും വിടുതലിനെ ഓർക്കും. ദേവാലയം പണിയപ്പെട്ടതിന് ശേഷം പെസഹ പെരുന്നാളും ആട്ടിൻകുട്ടി അറുക്കുന്നതും യെരുശലേമിൽ നടത്തണമെന്ന് ദൈവം കൽപ്പിച്ചു. ആവർത്തനം 16:1-6 വരെ. ആ വിശുദ്ധ നഗരത്തിൽ അതിപ്രാധാന്യത്തോടെ പല പെസഹ പെരുന്നാളുകളും ആഘോഷിച്ചിട്ടുള്ളതായി പഴയ നിയമം പറയുന്നു. ഉദാഹരണം 2 രാജാക്കന്മാരുടെ പുസ്തകം 23-21 അത് കാണാൻ കഴിയുന്നുണ്ട്. 2 ദിനവൃത്താന്തം 30:1, 20-35 ഇങ്ങനെയൊക്കെയുള്ള വേദവാക്യം. എസ്രാ 6:19-22 ഇതിനകത്തൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യഹൂദന്മാർ പുതിയ നിയമകാലത്തും പെസഹ ആചരിച്ചിരുന്നു. യേശുവിൻ്റെ ബാല്യത്തിൽ അവന് 12 വയസ്സായപ്പോൾ അവൻ്റെ മാതാപിതാക്കൾ യെരുശലേമിൽ പെസഹയ്ക്ക് പോയി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ലൂക്കോസ് 2:41-50 വരെ. പിൽക്കാലത്ത് യേശു ക്രമമായി യെരുശലേമിൽ പെസഹായിൽ സംബന്ധിച്ചിരുന്നു. ഉദാഹരണം യോഹന്നാൻ 2:19. യേശു ക്രൂശിലേക്ക് പോകുന്നതിന് മുമ്പേ തൻ്റെ ശിഷ്യന്മാരുമായി കഴിച്ച ഭക്ഷണം പെസഹ അത്താഴമായിരുന്നു. മത്തായി 26:1-2 വരെ. 17:29. യേശു പെസഹ കുഞ്ഞാടായി പെസഹായിൽ ക്രൂശിക്കപ്പെട്ടു. 1 കൊരിന്ത്യർ 5:7. തന്നിൽ വിശ്വസിക്കുന്നവരെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും യേശു രക്ഷിച്ചിരുന്നു. പെസഹായുടെ സ്വഭാവം മാറിയിട്ടുണ്ടെങ്കിലും ഇന്നും യഹൂദന്മാർ പെസഹ ആചരിക്കുന്നുണ്ട്. ആവർത്തനം 16:1-6 വരെ അനുസരിച്ച് ആ ആട്ടിൻകുട്ടിയെ കൊല്ലുന്നതിന് യെരുശലേമിൽ ഒരു ദേവാലയം ഇന്നും അവർക്കില്ല എങ്കിലും അവർ സെഡർ എന്ന് വിളിക്കുന്ന യഹൂദ ഉത്സവം യാഗക്കുഞ്ഞാടിനെ അറുക്കാതെ ആഘോഷിക്കുന്നു. ഇന്നും കുടുംബങ്ങൾ ഒരുമിച്ച് കൂടുകയും യഹൂദ ഭവനങ്ങളിൽ നിന്ന് എല്ലാ പുളിപ്പും നീക്കം ചെയ്യുകയും മിസ്രൈമിൽ നിന്നുള്ള പുറപ്പാടിൻ്റെ കഥ ഗ്രഹനാഥൻ വിവരിക്കുകയും ചെയ്തു പോരുന്നു. യഹൂദന്മാർ. പെസഹായും യേശു ക്രിസ്തുവും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പെസഹ യേശു ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുന്ന പ്രാവചനിക സത്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. യഹൂദ പെരുന്നാൾ വരുവാനിരിക്കുന്നവയുടെ നിഴൽ. കൊലോസ്യർ 2:16-17 വരെ. എബ്രായർ 10:1 എന്ന് പുതിയ നിയമം വ്യക്തമായി പഠിപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ രക്തമുഖാന്തരമുള്ള വീണ്ടെടുപ്പാണ് അതിൻ്റെ മുഖ്യ വിഷയം. പുറപ്പാട് 12-ാം അധ്യായത്തിൽ നമ്മുടെ രക്ഷകനും നമുക്ക് വേണ്ടിയുള്ള തൻ്റെ ഹിതത്തെയും വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 1. പെസഹയുടെ കാതൽ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ രക്ഷണീയ കൃപയാണ്. തൻ്റെ ഹിതത്തെയും വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇസ്രായേൽ ജനം യോഗ്യരായിരുന്നത് കൊണ്ടല്ല, ദൈവം അവരെ സ്നേഹിച്ചത് കൊണ്ടും തൻ്റെ ഉടമ്പടിയോട് ദൈവം വിശ്വസ്തനായിരുന്നതുകൊണ്ടും അവരെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചു. ആവർത്തനം 7:7-10 വരെ. അതുപോലെ ക്രിസ്തുവിൽ നിന്നുള്ള രക്ഷ ദൈവത്തിൻ്റെ അത്ഭുത കൃപയാണ് നമുക്ക് ലഭിക്കുന്നത്. എഫേസ്യർ 3:8-10 വരെ. 2. കട്ടിളക്കാലിൽ രക്തം പുരട്ടിയതിൻ്റെ ഉദ്ദേശം ഓരോ കുടുംബത്തിലെയും ആദ്യജാതനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുക എന്നതായിരുന്നു. മരണത്തിൽ നിന്ന് പാവത്തോടുള്ള ദൈവക്രോധത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാൻ ക്രിസ്തു ക്രൂശിൽ സ്വന്തം രക്തം ചിന്തിയതിന് ഈ രക്തം ചൂണ്ടിക്കാണിക്കുന്നു. പെസഹ കുഞ്ഞാട് ആദ്യജാതന് പകരമായുള്ള യാഗമായിരുന്നു. വിശ്വാസിയുടെ മരണത്തിൽ നിന്ന് പെസഹ കുഞ്ഞാടെന്ന നിലയിൽ ക്രിസ്തുവിനെ പൗലോസ് വെളിപ്പെടുത്തുന്നു. 1 കൊരിന്ത്യർ 5:7. അറുക്കപ്പെട്ടവനായി എടുക്കുന്ന ആൺകുഞ്ഞിനോട് ആൺകുഞ്ഞാട് ഊനമില്ലാത്തതായിരിക്കണം. ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ പാപമില്ലായ്മയെ ആണത് കാണിക്കുന്നത്. യോഹന്നാൻ 8:46, എബ്രായർ 4:15. 5. ശാരീരിക മരണത്തിൽ നിന്ന് തങ്ങളെ രക്ഷിച്ച ആട്ടിൻകുട്ടിയുടെ മരണത്തോടെ ഇസ്രായേൽ ജനം അനുരൂപപ്പെടുന്നു എന്ന് അവർ അതിനെ മാംസം ഭക്ഷിക്കുന്നതിലൂടെ വെളിപ്പെടുത്തുന്നു. അതുപോലെ കർത്താവിൻ്റെ അത്താഴത്തിൽ നാം പങ്കാളികളാകുമ്പോൾ ആത്മീക മരണത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ച
ക്രിസ്തുവിൻ്റെ മരണത്തിൽ നാം പങ്കാളികളാകുന്നു എന്ന് പ്രഖ്യാപിക്കുന്നു. 1 കൊരിന്ത്യർ 10:16-17, 11:24-26. പെസഹയുടെ കാര്യത്തിൽ എന്ന പോലെ അവൻ്റെ ക്രൂശിലെ മരണമെന്ന ആദ്യയാഗം മാത്രമാണ് ഫലപ്രദമായിരിക്കുന്നുള്ളൂ. കർത്താവിൻ്റെ അത്താഴം അവൻ്റെ ഓർമ്മയ്ക്കായി നാം ആചരിക്കുന്നതാണ്. അവൻ്റെ ഓർമ്മയ്ക്കായി. 1 കൊരിന്ത്യർ 11:24. 6. കട്ടിളക്കാലിൽ രക്തം തളിച്ചത് അനുസരണമുള്ള വിശ്വാസത്താലായിരുന്നു. പുറപ്പാട് 12:28, എബ്രായർ 11:18. ഈ വിശ്വാസത്തിൻ്റെ പ്രതികരണം രക്തത്താലുള്ള വീണ്ടെടുപ്പ് സാധ്യമാക്കി. ക്രിസ്തുവിൻ്റെ രക്തമുഖാന്തരമുള്ള രക്ഷ അനുസരണക്കേണ്ട വിശ്വാസത്താൽ. റോമർ 16:26, 1-5 ലഭിക്കുന്നു. 7. പെസഹ കുഞ്ഞാടിനെ പുളിപ്പില്ലാത്ത അപ്പത്തോടുകൂടെ ഭക്ഷിക്കണമെന്നായിരുന്നു. പുറപ്പാട് 12:8. വേദപുസ്തകത്തിൽ പുളി അഥവാ ഈസ്റ്റ് പാപത്തെയും അശുദ്ധിയും കാണിക്കുന്നതിനാൽ പുറപ്പാട് 13:7, മത്തായി 16:6 ഈ വാക്യങ്ങളിലൊക്കെ പുളിപ്പില്ലാത്ത അപ്പം ഇസ്രായേൽ ജനത്തിൻ്റെ മിസ്രയീമിൽ നിന്നുള്ള വേർപാട് കാണിക്കുന്നതാണ്. ലോകത്തിൽ നിന്നും പാപത്തിൽ നിന്നും പുറപ്പാട് 12:15 അവർ വേർപെട്ടിരിക്കണം. അതുപോലെ ഈ പാപത്തിൽ നിന്നും വേർപെട്ടിരിക്കാനും ദൈവത്തിന് മാത്രമായി തങ്ങളെ തന്നെ സമർപ്പിക്കാനുമാണ് ദൈവത്തിൻ്റെ വീണ്ടെടുക്കപ്പെട്ട ജനം വിളിക്കപ്പെട്ടിരിക്കുന്നത്. സ്തോത്രം. ദൈവം നമ്മളെ സഹായിക്കട്ടെ.